മണിച്ചിത്രത്താഴ് പോലുള്ള സിനിമകൾ കാണുമ്പോഴും പ്രേതകഥകൾ കേൾക്കുമ്പോഴും പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇതൊക്കെ ആളുകളെ പേടിപ്പിക്കാൻ വെറുതെ കെട്ടിച്ചമയ്ക്കുന്ന കഥകളാണെന്ന്, വെറും ഒരു ഭാവന മാത്രമാണെന്ന്. എന്നാൽ സ്വന്തം ജീവിതത്തിൽ സ്വന്തം കണ്ടുകൊണ്ട് ഇത്തരം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നമ്മുടെ അറിവിനും ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുകൾക്കുമപ്പുറം നമുക്ക് ചുറ്റും കാണാൻ കഴിയാത്ത, വിശദീകരിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളും നിലനിൽക്കുന്നുണ്ട്. യുക്തിക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അമാനുഷികമായ എന്തൊക്കെയോ ഈ ലോകത്തിൻ്റെ ഇരുണ്ട കോണുകളിൽ ഒളിച്ചിരിപ്പുണ്ട്. വർഷങ്ങൾ 3 കഴിഞ്ഞിട്ടും രാത്രിയുടെ നിശബ്ദതയിൽ ഒറ്റയ്ക്കരിക്കുമ്പോൾ ആ 402 നമ്പർ മുറിയും അവിടുത്തെ കട്ടികൂടിയിലിട്ടും കഴുത്തിലമർന്ന തണുത്ത കൈകളും അതിനേക്കാളേറെ ആ ചീഞ്ഞ അഴുകിയ മാംസത്തിൻ്റെ മണവും ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കനത്ത ഒരു വിറയലായി അവശേഷിക്കുന്നു. അത് ഒരിക്കലും മായാത്ത ഒരു ഭീതിയായി എൻ്റെ ഓർമ്മകളിൽ എന്നും ഉണ്ടാകും. 3 വർഷങ്ങൾക്ക് മുൻപുള്ള ആ ദിനം ഇപ്പോഴും എൻ്റെ ഓർമ്മകളിൽ മായാത്ത ഒരു കനലായി എരിയുന്നുണ്ട്. മനസ്സ് നിറയെ വലിയ ആഗ്രഹങ്ങളും സ്വന്തം കാലിൽ നിൽക്കണമെന്ന നിശ്ചയദാർഢ്യവുമായിരുന്നു അന്ന്. വിധി എനിക്കായി കരുതി വച്ചിരുന്ന ഭയാനകമായ വഴികളെക്കുറിച്ച് അന്നെനിക്ക് യാതൊരു സൂചനയും ഉണ്ടായിരുന്നില്ല. കേരളത്തിലെ ഞങ്ങളുടെ പച്ചപ്പ് നിറഞ്ഞ ചെറിയ ഗ്രാമത്തിൽ നിന്നും നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ നാളുകളായിരുന്നു അത്. കോഴ്സ് കഴിഞ്ഞ ഉടൻ തന്നെ തമിഴ്നാട്ടിലെ ആ പ്രശസ്തമായ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ എനിക്ക് സ്റ്റാഫ് നേഴ്സായി ജോലി ലഭിച്ചു. ആദ്യമായൊരു ജോലി ലഭിച്ചതിൻ്റെയും സ്വന്തമായി അധ്വാനിച്ചു തുടങ്ങാൻ പോകുന്നതിൻ്റെയും വലിയ സന്തോഷം ഉള്ളിലുണ്ടായിരുന്നെങ്കിലും ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് ആദ്യമായി മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നു എന്നത് എന്നെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു. അമ്മയും ചേട്ടനുമാണ് എന്നെ കൊണ്ടാക്കാൻ തമിഴ്നാട്ടിലെ ആ ചെറുപട്ടണത്തിലേക്ക് വന്നത്. ട്രെയിൻ യാത്രയിലുടനീളം എൻ്റെ മനസ്സ് വല്ലാത്തൊരു അസ്വസ്ഥതയാൽ നിറഞ്ഞിരുന്നു. ജനിച്ചു വളർന്ന വീടിൻ്റെ ഉമ്മറവും കൂട്ടുകാരികളുടെ ചിരിയും അമ്മയുടെ സ്നേഹത്തോടെയുള്ള വഴക്കുകളും വിട്ട് അപരിചിതമായ ഏതോ ഒരു മണ്ണിലേക്ക് നടന്നു നീങ്ങുകയാണ് എന്ന ചിന്ത എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പട്ടണത്തിലെ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ തന്നെ തമിഴ്നാടിൻ്റെ തനതായ ഉഷ്ണക്കാറ്റാണ് ഞങ്ങളെ എതിരേറ്റത്. കെട്ടിടങ്ങളുടെ ചുമരുകളിലെല്ലാം വിചിത്രമായ തമിഴ് അക്ഷരങ്ങൾ, തെരുവുകളിൽ പരക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളുടെയും എണ്ണപ്പലഹാരങ്ങളുടെയും കടുപ്പമേറിയ മണം, അറിയാത്ത ഭാഷയിൽ ഉറക്കെ സംസാരിക്കുന്ന ആളുകൾ, എല്ലാം എനിക്ക് തികച്ചും അപരിചിതമായിരുന്നു. ഒരു ഓട്ടോറിക്ഷ പിടിച്ച് ഞങ്ങൾ ആ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് സമീപമുള്ള ഹോസ്റ്റലിലെത്തുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്നു. പഴക്കം ചെന്ന ചുവരുകളിൽ ഈർപ്പത്തിൻ്റെ പാടുകളുള്ള വലിയൊരു 4 നില കെട്ടിടമായിരുന്നു ആ ഹോസ്റ്റൽ. കെട്ടിടത്തിന് ചുറ്റും ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന മരങ്ങളുണ്ടായിരുന്നു. പകൽ വെളിച്ചത്തിൽ പോലും ആ മരങ്ങളുടെ തണൽ ഹോസ്റ്റൽ പരിസരത്ത് വല്ലാത്തൊരു ഇരുട്ട് പടർത്തിയിരുന്നു. വാർഡിൻ്റെ മുറിയിൽ ചെന്ന് വിവരങ്ങൾ പറഞ്ഞപ്പോൾ 4-ാം നിലയിലെ 402 നമ്പർ മുറിയുടെ താക്കോലാണ് അവർ ഞങ്ങൾക്ക് തന്നത്. ഈ റൂം കുറച്ചു നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് റൂം ക്ലീൻ ചെയ്തത്. മുകളിലേക്ക് പൊയ്ക്കോളൂ. അല്പം മടിയോടെയാണ് വാർഡനത് പറഞ്ഞത്. അന്ന് ആ വാക്കുകളിലെ അസാധാരണത്വം ശ്രദ്ധിക്കാൻ തക്ക മാനസികാവസ്ഥയിലായിരുന്നില്ല ഞാൻ. ഇടുങ്ങിയ കോണിപ്പടികൾ കയറി ഞങ്ങൾ 4-ാം നിലയിലെത്തി. ഇടനാഴിയിലാകെ വല്ലാത്തൊരു മൂകത തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പഴയ കെട്ടിടത്തിൻ്റെ അടർന്നു വീഴുന്ന സിമെന്റ് കഷ്ണങ്ങളും ഈർപ്പത്തിൻ്റെ വല്ലാത്തൊരു നാറ്റവും ആ ഇടനാഴിയിൽ അനുഭവപ്പെട്ടു. 402 നമ്പർ മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തണുത്തേറി കാറ്റ് ഞങ്ങളെ വന്ന് തൊട്ടു. മുറിക്കുള്ളിൽ 2 ബങ്ക് ബെഡുകളും പഴക്കമേറിയ ഒരു മരമേശയും 2 അലമാരകളും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹോസ്റ്റൽ മുറിയിൽ എൻ്റെ ബാഗുകളും സാധനങ്ങളും എടുത്തു വയ്ക്കുമ്പോൾ എൻ്റെ നെഞ്ച് പടപട ഇടിക്കുകയായിരുന്നു. സമയത്തിൻ്റെ വേഗത കുറഞ്ഞു പോയതുപോലെ തോന്നി. യാത്ര പറഞ്ഞിറങ്ങാൻ നേരം അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് നെറുകയിൽ ഉമ്മ വെച്ചു. ചേട്ടൻ്റെ കണ്ണുകളും നിറഞ്ഞിരുന്നു. ഭയപ്പെടാനൊന്നുമില്ല മോളെ, നന്നായി ശ്രദ്ധിക്കണം. എന്താവശ്യമുണ്ടെങ്കിലും ഫോൺ വിളിക്കണം, ചേട്ടൻ എൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. അവർ റൂമിൻ്റെ പടിയിറങ്ങിപ്പോയ നിമിഷം അടക്കിപ്പിടിച്ച എൻ്റെ സങ്കടം കട്ടികൂടിയ കണ്ണീരായി കവിളിലൂടെ ഒഴുകിയിറങ്ങി. വാതിലടച്ച് ഞാൻ ആ മുറിയുടെ വിജനതയിലേക്ക് നോക്കി. അപരിചിതമായ സ്ഥലം, മനസ്സിലാകാത്ത ഭാഷ, ഒപ്പം നിൽക്കാൻ ആളില്ലാത്ത അവസ്ഥ. ആ വലിയ മുറിയുടെ നിശബ്ദതയിൽ ഞാൻ ഒറ്റയ്ക്കായി പോയതുപോലെ തോന്നി. ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളെ എങ്ങനെ നേരിടുമെന്ന ഭയം എന്നെ തളർത്തി.
കരച്ചിലടക്കാനാവാതെ ഞാൻ കട്ടിലിൽ തലയണയിൽ മുഖം പൂഴ്ത്തി കിടന്നു. ഏകദേശം 1 മണിക്കൂറോളം ഞാൻ ആ കിടപ്പ് തുടർന്നു. പെട്ടെന്നാണ് റൂമിൻ്റെ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത്. ഞാൻ വേഗം കണ്ണുകൾ തുടച്ച് കട്ടിലിൽ എഴുന്നേറ്റിരുന്നു. താൻ മലയാളിയാണോ? വാതിൽക്കൽ ഒരു കൈയിൽ വലിയൊരു ട്രോളി ബാഗും മറുകൈയിൽ വാട്ടർ ബോട്ടിലുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടി. മുഖത്ത് പടർന്ന വിശാലമായ നാടൻ ചിരിയോടെ അവൾ എന്നെ നോക്കി ചോദിച്ചു. ആ നിമിഷത്തിൽ അപരിചിതമായ ആ മണ്ണിൽ വെച്ച് സ്വന്തം ഭാഷയിലുള്ള ആ ചോദ്യം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് പടർന്ന ആശ്വാസം വാക്കുകൾക്കതീതമായിരുന്നു. അതെ, ഞാൻ മലയാളിയാണ്, കോഴിക്കോട്ട് നിന്ന്. ഞാൻ ആവേശത്തോടെ എഴുന്നേറ്റ് പറഞ്ഞു. അവളായിരുന്നു ആദിത്യ, കോട്ടയംകാരി. എന്നെപ്പോലെ തന്നെ ആ ആശുപത്രിയിൽ നേഴ്സായി പുതിയതായി ജോലിയിൽ പ്രവേശിക്കാൻ വന്നതായിരുന്നു അവൾ. സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ അവളൊരു തുറന്ന പുസ്തകമാണെന്ന് എനിക്ക് മനസ്സിലായി. മനസ്സിൽ തോന്നുന്നത് അപ്പോൾ തന്നെ തുറന്നു പറയുന്ന, എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. നാടും വീടും വിട്ടു നിൽക്കുന്ന ഒരാൾക്ക് സ്വന്തം ഭാഷ സംസാരിക്കുന്ന, സ്വന്തം നാടിൻ്റെ മണമുള്ള ഒരു കൂട്ട് കിട്ടുക എന്നത് ആ ഘട്ടത്തിലൊരു വലിയ നിധിയായിരുന്നു. ആദിത്യ അവളുടെ ബാഗുകൾ താഴത്തെ ഒരു കട്ടിലിൽ എടുത്തു വെച്ചു. അയ്യോ, ഈ റൂമിൽ വല്ലാത്തൊരു തണുപ്പും നാറ്റവും ഉണ്ടല്ലോ സ്നേഹ. ബാഗ് താഴെ വെക്കുന്നതിനിടയിൽ ആദിത്യ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അതെ, പഴയ കെട്ടിടമല്ലേ, കുറച്ചു നാളായി അടച്ചിട്ടിരിക്കുകയായിരുന്നുവെന്ന് വാർഡൻ പറഞ്ഞിരുന്നു. ഞാൻ മറുപടി നൽകി. ഏതായാലും നീ ഒറ്റയ്ക്കല്ലല്ലോ, ഇനി നമ്മൾ ഒപ്പമുണ്ട്. അവൾ എൻ്റെ തോളിൽ തട്ടി ഉറപ്പോടെ പറഞ്ഞു. ആ ഒരു വാക്ക് തന്ന ധൈര്യം ചെറുതായിരുന്നില്ല. അവളുമായി സംസാരിച്ചു തുടങ്ങിയതോടെ എൻ്റെ ഉള്ളിലെ ഭയവും വിഷാദവും പതുക്കെ മാറി തുടങ്ങി. ആ മുറിയുടെ ഭയാനകമായ മൂകതയെ അവളുടെ സംസാരം തല്ലിക്കെടുത്തി. വൈകുന്നേരമായപ്പോഴേക്കും ഞങ്ങൾ ഹോസ്റ്റലിന് പുറത്തിറങ്ങി. അടുത്തുള്ള ചെറിയ കടയിൽ നിന്നും ചായ കുടിച്ചു. സംസാരിക്കുന്നതിനിടയിലാണ് മറ്റൊരു കാര്യം മനസ്സിലായത്. ആ ആശുപത്രിയിലും ഹോസ്റ്റലിലും ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം ആളുകളും മലയാളികൾ തന്നെയാണെന്ന്. നേഴ്സിംഗ് മേഖലയിൽ അവിടെ മലയാളി പെൺകുട്ടികളുടെ വലിയൊരു പട തന്നെ ഉണ്ടായിരുന്നു. അതോടെ ഉള്ളിലെ ഭയമെല്ലാം പൂർണ്ണമായും മാഞ്ഞു. സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ആളുകളുണ്ടല്ലോ എന്ന ചിന്ത വലിയ ആശ്വാസമായി. രാത്രിയോടെ ഞാൻ നാട്ടിലേക്ക് അമ്മയെ ഫോൺ വിളിച്ചു. എനിക്കിവിടെ പേടിക്കാനൊന്നുമില്ല കേട്ടോ. കൂട്ടിന് നല്ലൊരു മലയാളി കുട്ടിയുണ്ട്, ആദിത്യ എന്നാണ് പേര്. അതുമാത്രവുമല്ല, ഒരുപാട് മലയാളി കുട്ടികൾ ഈ ഹോസ്റ്റലിലും ഹോസ്പിറ്റലിലും ജോലി ചെയ്യുന്നുണ്ട്. റൂമൊക്കെ നല്ലതായിട്ടുണ്ട്, ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. മകളുടെ വാക്കുകളിൽ ഭയമില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ അമ്മയുടെ മനസ്സ് ശാന്തമായി. എന്നാലും സൂക്ഷിക്കണം മോളെ, പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുക, അമ്മ ഓർമ്മിപ്പിച്ചു. ഫോൺ കോൾ അവസാനിപ്പിച്ച് ഞാൻ കട്ടിലിലേക്ക് കടന്നു. മുറിയിൽ നേരിയ വെളിച്ചം മാത്രം അവശേഷിച്ചിരുന്നു. പുറത്ത് ഉഷ്ണക്കാറ്റ് മരച്ചില്ലകളെ കൂട്ടിയടിപ്പിക്കുന്ന ശബ്ദം കേൾക്കാമായിരുന്നു. ആദിത്യ താഴത്തെ കട്ടിലിൽ കിടന്ന് ഉടൻ തന്നെ ഉറക്കത്തിലേക്ക് വീണിരുന്നു. എങ്കിലും ആ മുറിയുടെ ഏതോ ഒരു മൂലയിൽ നിന്ന് വല്ലാത്തൊരു നിശബ്ദത എന്നെ തുറച്ചു നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. പഴയ കെട്ടിടത്തിൻ്റെ സ്വാഭാവികമായ അന്തരീക്ഷമായിരിക്കും അതെന്ന് കരുതി ഞാൻ കണ്ണുകളടച്ചു. ജീവിതത്തിലെ പുതിയൊരു അധ്യായം അവിടെ ആരംഭിക്കുകയായിരുന്നു. പക്ഷേ ആ തുടക്കം ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള ആദ്യപടിയായിരുന്നുവെന്ന് അന്ന് ഞാൻ അറിഞ്ഞില്ല. തമിഴ്നാട്ടിലെ ആ ചെറുപട്ടണത്തിൽ എൻ്റെ ആദ്യത്തെ പ്രഭാതം ഉണർന്നത് ചില അപരിചിതമായ അന്തരീക്ഷ ശബ്ദങ്ങളോടെയായിരുന്നു. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ ദൂരെ ആശുപത്രി കെട്ടിടവും അതിൽ വെപ്രാളത്തോടെ ഓടി നടക്കുന്ന മനുഷ്യരെയും കാണാമായിരുന്നു. ജോലിയിൽ പ്രവേശിക്കുന്നതിൻ്റെ ആദ്യ ദിനമായതുകൊണ്ട് തന്നെ ഉള്ളിൽ വലിയൊരു ആകാംക്ഷയും ഒപ്പം ചെറിയൊരു പരിഭ്രമവും നിറഞ്ഞു നിന്നു. ഞാനും ആദിത്യയും വേഗം തയ്യാറായി താഴേക്കിറങ്ങി. ഹോസ്റ്റലിൽ നിന്നും ആശുപത്രിയിലേക്ക് നടക്കാൻ ഏകദേശം 5 മിനിറ്റ് ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വഴിയുടെ ഇരുവശത്തും കൂറ്റൻ വേപ്പുമരങ്ങൾ തണൽ വിരിച്ചു നിന്നിരുന്നു. ആശുപത്രിയുടെ കൂറ്റൻ ഗേറ്റുകൾ കടന്ന് ഞങ്ങൾ അകത്തേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ അണുനാശിനിയുടെയും മരുന്നുകളുടെയും കടുപ്പമേറിയ മണം ഞങ്ങളെ സ്വീകരിച്ചു. ആദ്യ ദിവസത്തെ ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായിരുന്നു. നഴ്സിംഗ് സൂപ്പർവൈസറും വാർഡ് ഇൻചാർജും ഞങ്ങളെ വളരെ സ്നേഹത്തോടെയാണ് സ്വീകരിച്ചത്. ആശുപത്രിയിലെ സീനിയർ നഴ്സുമാരിൽ ഭൂരിഭാഗവും മലയാളി ചേച്ചിമാരായിരുന്നതുകൊണ്ട് ഭാഷയുടെ തടസ്സം ഒരു പരിധിവരെ മാറിപ്പോയി.
സീനിയർ നഴ്സുമാരും ഡോക്ടർമാരുമെല്ലാം വളരെ സഹകരണത്തോടെയും പിന്തുണയോടെയുമാണ് ഞങ്ങളോട് പെരുമാറിയത്. രോഗികളെ പരിചരിക്കുന്നതിനിടയിൽ സമയം പോയതറിഞ്ഞില്ല. ജോലിയിലെ അന്തരീക്ഷവും അവിടുത്തെ കൂട്ടായ്മയും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പക്ഷേ വലിയൊരു പ്രശ്നം അവിടെ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു: ഭക്ഷണം. ആശുപത്രി മെസ്സിലെ തമിഴ്നാടിൻ്റെ തനതായ എരിവും പുളിയും നിറഞ്ഞ വേറെ എന്തോ വിചിത്രമായ സുഗന്ധവ്യഞ്ജനങ്ങളും എണ്ണയും ചേർത്ത ഭക്ഷണം കഴിക്കാൻ മലബാറുകാരിയായ എനിക്ക് വല്ലാതെ ബുദ്ധിമുട്ട് തോന്നി. കടുകരച്ച് ചേർത്ത കൂട്ടാനുകളും തൈര് സാധവുമൊക്കെ കണ്ട് എൻ്റെ വിശപ്പ് കെട്ടുപോയി. ആദ്യ ദിവസങ്ങളിൽ ഒരു പിടി ചോറ് തൊണ്ടയിലൂടെ ഇറക്കാൻ ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടു. എങ്കിലും നാളെയെല്ലാം ശരിയാകും, ശീലമായിക്കോളും എന്ന പ്രതീക്ഷയിൽ ഞാൻ മനസ്സിനെ പാകപ്പെടുത്തി മുന്നോട്ട് പോയി. ആദ്യ ദിവസത്തെ 8 മണിക്കൂർ നീണ്ട കഠിനമായ ഷിഫ്റ്റ് കഴിഞ്ഞ് കാലുകൾ കടുത്തു തൂങ്ങി ഞാൻ തളർന്ന് റൂമിൽ തിരിച്ചെത്തി. ആദിത്യയും ജോലി കഴിഞ്ഞ് വന്ന് താഴത്തെ കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുകയായിരുന്നു. ഞാനും വസ്ത്രങ്ങൾ മാറി എൻ്റെ കട്ടിലിലേക്ക് വീണു. ഏകദേശം രാത്രി 8 മണിയായപ്പോൾ മുറിയുടെ വാതിലിൽ ആരോ പതുക്കെ തട്ടി. ഞാൻ വേഗം എഴുന്നേറ്റ് വാതിൽ തുറന്നു. കയ്യിൽ വലിയൊരു ട്രോളി ബാഗും പ്ലാസ്റ്റിക് കവറുകളുമായി ഒരു പെൺകുട്ടി പുറത്തു നിൽക്കുന്നു. ശാന്തമായ മുഖവും വലിയ കണ്ണുകളുമുള്ള ഒരു പെൺകുട്ടി. ഇതാണ് റൂം നമ്പർ 402 അല്ലേ? ഞാനിന്ന് ജോയിൻ ചെയ്തതാണ്, അവൾ മെല്ലെ ചോദിച്ചു. ഞങ്ങൾക്കൊപ്പം താമസിക്കാൻ വന്ന 3ാമത്തെ പെൺകുട്ടിയായിരുന്നു അത്. അഞ്ജലി, തൃശ്ശൂർക്കാരി. അവളൊരു നേഴ്സായിരുന്നില്ല. ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ള ഒരു വലിയ മൾട്ടിനാഷണൽ സ്വകാര്യ കമ്പനിയിൽ HR വിഭാഗത്തിൽ ട്രെയിനിയായി ജോലിയിൽ പ്രവേശിക്കാൻ വന്നതായിരുന്നു അവൾ. വളരെ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് 2 പേർക്കും അഞ്ജലിയെ ഇഷ്ടമായി. അധികം സംസാരിക്കാത്ത തികച്ചും ശാന്ത സ്വഭാവക്കാരിയായിരുന്നു അവൾ. എങ്കിലും ഞങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും പങ്കുവയ്ക്കാനും അവൾ വലിയ താല്പര്യം കാണിച്ചു. അങ്ങനെ ഞങ്ങൾ 3 പേരും വളരെ പെട്ടെന്ന് തന്നെ നല്ല കൂട്ടുകാരായി മാറി. ഞങ്ങളുടെ മുറിയിൽ 2 വലിയ ബങ്ക് ബെഡുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരു ബങ്ക് ബെഡിൻ്റെ താഴത്തെ തട്ടിൽ ആദ്യത്തെ ഇടം പിടിച്ചു. 2ാമത്തെ ബങ്ക് ബെഡിൻ്റെ താഴത്തെ തട്ടിൽ അഞ്ജലിയും. അതിൻ്റെ മുകളിലത്തെ ബെർത്താണ് ഞാൻ നേരത്തെ തീരുമാനിച്ചത്. അഞ്ജലിക്ക് ഉയരമുള്ള സ്ഥലങ്ങളിൽ കിടക്കാൻ ഭയമായതുകൊണ്ടാണ് അവൾ താഴത്തെ ബെർത്ത് തിരഞ്ഞെടുത്തത്. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് വന്ന ക്ഷീണം മറന്ന് ഞങ്ങൾ 3 പേരും റൂമിൻ്റെ നിലത്തിരുന്ന് ഒരുപാട് സംസാരിച്ചു. അഞ്ജലി തൃശ്ശൂരിൽ നിന്നും കൊണ്ടുവന്ന പലഹാരങ്ങൾ ഞങ്ങൾ പങ്കുവെച്ച് കഴിച്ചു. നാട്ടുവിശേഷങ്ങളും വീട്ടിലെ തമാശകളും പഠനകാലത്തെ ഓർമ്മകളും പരസ്പരം പങ്കുവെച്ച് ഞങ്ങൾ ഉറക്കെ ചിരിച്ചു. പഴക്കമേറിയ ആ കെട്ടിടത്തിൻ്റെ ഇരുണ്ട അന്തരീക്ഷത്തിൽ ഞങ്ങളുടെ ചിരിയും സന്തോഷവും വല്ലാത്തൊരു ജീവൻ നിറച്ചു. സംസാരിച്ച് സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. ഒടുവിൽ ലൈറ്റുകൾ അണച്ച് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നു. ദിവസങ്ങൾ വളരെ വേഗത്തിലാണ് കടന്നു പോയത്. ഏകദേശം 10 ദിവസത്തോളം യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ വലിയ സന്തോഷത്തോടെ കടന്നുപോയി. ഹോസ്പിറ്റലിലെ ജോലി തിരക്കുകളും അഞ്ജലിയുടെ ഓഫീസിലെ പുതിയ അനുഭവങ്ങളുമൊക്കെയായി ഞങ്ങൾ പുതിയ ജീവിതത്തിനോട് വേഗത്തിൽ പൊരുത്തപ്പെട്ടു. ഞങ്ങളുടെ സൗഹൃദം നാൾക്ക് നാൾ കൂടുതൽ ശക്തമായി മാറി. ദിവസവും രാത്രി ജോലി കഴിഞ്ഞ് വന്നാൽ 3 പേരും റൂമിൽ ഒത്തുകൂടുക, ഒരുമിച്ച് താഴെ പോയി ഭക്ഷണം കഴിക്കുക, അതിനുശേഷം റൂമിൽ വന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിൽ കിടന്ന് വൈകിട്ടത്തെ വിശേഷങ്ങൾ പറയുക എന്നത് ഞങ്ങളുടെ മാറ്റാൻ കഴിയാത്ത ഒരു ശീലമായി മാറി. പക്ഷേ ആ 10 ദിവസത്തെ ശാന്തതയ്ക്ക് പിന്നിൽ ഭയാനകമായ എന്തോ ഒളിച്ചിരിപ്പുണ്ടായിരുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. പലപ്പോഴും രാത്രികളിൽ മറ്റുള്ളവർ ഉറങ്ങിക്കഴിയുമ്പോൾ ആ മുറിക്കുള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത തങ്ങി നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എവിടെ നിന്നോ വരുന്ന അസഹ്യമായ ഒരു തണുപ്പ്, അല്ലെങ്കിൽ ആരോ നമ്മളെ ഇരുട്ടിൽ നിന്ന് ഉറ്റുനോക്കുന്ന തോന്നൽ. പലപ്പോഴും ഞാൻ ഞെട്ടി ഉണരുമായിരുന്നു. എങ്കിലും വാർഡൻ പറഞ്ഞതുപോലെ കുറച്ചു നാളായി അടച്ചിട്ടിരുന്ന റൂമായതുകൊണ്ടുണ്ടാകുന്ന വെറുമൊരു തോന്നലാവാം ഇതൊക്കെയെന്ന് കരുതി ഞാൻ അതിനെയെല്ലാം അവഗണിച്ചു. എന്നാൽ ഞങ്ങളുടെ സന്തോഷകരമായ ആ ദിവസങ്ങളുടെ അവസാനമായിരുന്നില്ല അത്. മറിച്ച് ഞങ്ങളാരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ദുരന്തത്തിൻ്റെ അമാനുഷികമായ ഭീതിയുടെ തുടക്കമായിരുന്നു ആ 10 ദിവസങ്ങൾ. രാത്രിയുടെ നിശബ്ദതയിൽ ആ മുറിയുടെ ചൂരുകൾക്കുള്ളിൽ ഉറങ്ങിക്കിടന്ന എന്തോ ഒന്ന് സാവധാനം ഉണരുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കാൻ പോകുന്ന ആ ഭീകരതയുടെ വാതിൽ തുറക്കപ്പെടാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ.
അന്നും സാധാരണ പോലെ കടന്നുപോയ ഒരു ദിവസമായിരുന്നു. ആശുപത്രിയിലെ തിരക്ക് പിടിച്ച 8 മണിക്കൂർ ഷിഫ്റ്റിന് ശേഷം തളർന്നാണ് ഞാൻ റൂമിൽ തിരിച്ചെത്തിയത്. അഞ്ജലിയും ആദിത്യയും നേരത്തെ എത്തിയിരുന്നു. ഞങ്ങൾ 3 പേരും ഒന്നിച്ച് താഴെ മെസ്സിൽ പോയി രാത്രി ഭക്ഷണം കഴിച്ചു. എരിവും പുളിയും നിറഞ്ഞ തമിഴ് ഭക്ഷണം കഴിച്ച് മടുത്തതിനെക്കുറിച്ചും നാട്ടിലെ അമ്മമാരുടെ കൈപുണ്യമുള്ള മീൻകറിയെക്കുറിച്ചും സംസാരിച്ച് ഞങ്ങൾ ചിരിച്ചു. തിരികെ റൂമിലെത്തി വസ്ത്രങ്ങൾ മാറി. ജനലുകൾ തുറന്നിട്ട് ഞങ്ങൾ 3 പേരും കട്ടിലുകളിൽ കിടന്നു. ഉറങ്ങാൻ കിടക്കുമ്പോൾ സമയം രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. പിറ്റേന്ന് രാവിലെ ഷിഫ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ വേഗം ഉറങ്ങാൻ ശ്രമിച്ചു. കട്ടിലിൽ കിടന്ന് ഞാൻ അല്പനേരം കൂടി നാട്ടിലെ വിശേഷങ്ങളും നാളത്തെ പ്ലാനുകളും സംസാരിച്ചു. പതിയെ പതിയെ സംസാരത്തിൻ്റെ ശബ്ദം കുറഞ്ഞു വന്നു. ആദിത്യ താഴത്തെ കട്ടിലിൽ കിടന്ന് മിനിറ്റുകൾക്കകം ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണ് കഴിഞ്ഞിരുന്നു. അഞ്ജലിയും കണ്ണുകളടച്ച് കിടക്കുകയായിരുന്നു. ഞാൻ മുകളിലത്തെ ബെർത്തിൽ തലയണയിൽ തലവെച്ച് ജനലിലൂടെ പുറത്തേക്കർത്ത വാനത്തിലേക്ക് നോക്കി കിടന്നു. പതിയെ എൻ്റെ കണ്ണുകളും അടഞ്ഞു. ഞാൻ ഉറക്കത്തിൻ്റെ ലോകത്തേക്ക് വീണു. രാത്രി സമയം ഏകദേശം 1:30 കഴിഞ്ഞിട്ടുണ്ടാകും. പൊടുന്നനെ ആ മുറിയിലെ അന്തരീക്ഷത്തിൽ ഭയാനകമായൊരു മാറ്റം അലയടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് വല്ലാത്തൊരു അസഹ്യമായ തണുപ്പ് പടർന്നു. റൂമിലെ വായുവിന് കട്ടി കൂടിയതുപോലെ തോന്നി. വല്ലാത്തൊരു അസ്വസ്ഥതയും നെഞ്ചെടുപ്പും കാരണമാണ് ഞാൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണർന്നത്. എന്തോ ഒരു വിചിത്രമായ ശബ്ദം ആ മുറിയിൽ കേൾക്കാമായിരുന്നു. ആരോ കൈയും കാലും ഇട്ടടിക്കുന്നതും ശ്വാസം കിട്ടാതെ ഭീകരമായി പിഴയുന്നതുമായ ശബ്ദം. അതോടൊപ്പം എന്തോ വിചിത്രമായ വിങ്ങലും അടിയന്തരമായ ശ്വാസമെടുക്കലും ആ റൂമിലെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മുഴങ്ങിക്കേട്ടു. ഞാൻ ഭയത്തോടെ ബെഡിൽ വേഗം എഴുന്നേറ്റിരുന്ന് താഴേക്ക് നോക്കി. അത് അഞ്ജലിയായിരുന്നു. എൻ്റെ തൊട്ടു താഴത്തെ ബെർത്തിൽ അഞ്ജലി കടന്ന് വിറയ്ക്കുകയായിരുന്നു. അവൾ കിടക്കയിൽ കിടന്ന് ശ്വാസമെടുക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നു. കൈകളും കാലുകളും വായുവിലിട്ടടിച്ച് അവൾ വലിയൊരു ഭയത്തിൽ പിടയുകയാണ്. അവളുടെ കണ്ണുകൾ രണ്ടും ഇറുക്കി അടച്ചിരുന്നു. മുഖം വല്ലാതെ വികൃതമാക്കി കഴുത്തിലെ ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന അവസ്ഥയിൽ അവൾ കിടക്കുന്നു. ആരോ അവളുടെ കഴുത്ത് മുറുക്കി പിടിച്ചിരിക്കുന്നത് പോലെ അവളുടെ തൊണ്ടയിൽ നിന്ന് ഭയാനകമായ ഒരു കിതപ്പ് പുറത്തു വരുന്നുണ്ടായിരുന്നു. അഞ്ജലി, എന്ത് പരിപാടി നിനക്ക്? ഞാൻ ഭയന്ന് വിറച്ച് ബെങ്കിൽ നിന്നും ചാടി താഴെയിറങ്ങി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. എൻ്റെ കൈകൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. ഞാൻ അവളുടെ തോളിൽ പിടിച്ചു കുലുക്കി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ നെറ്റിയിൽ തട്ടി ഉറക്കെ വിളിച്ചു. അവൾ പെട്ടെന്ന് കണ്ണു തുറന്നു. അവളുടെ കണ്ണുകളിൽ അപ്പോൾ കണ്ട ഭയം എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം അവൾ ചാടി എഴുന്നേറ്റ് എന്നെ കെട്ടിപ്പിടിച്ച് ഉറക്കെ കരയാൻ തുടങ്ങി. അവളുടെ ശരീരം ഒരു ഉണക്കയില പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ശരീരമാകെ തണുത്തുറഞ്ഞിരുന്നു. നെറ്റിയിൽ വലിയ വിയർപ്പ് തുള്ളികൾ പൊടിഞ്ഞു നിന്നിരുന്നു. അവൾ എന്നെ അത്രത്തോളം മുറുകെ പിടിച്ചിരുന്നതിനാൽ എൻ്റെ കൈകൾക്ക് വേദനയെടുത്തു. സ്നേഹ, എൻ്റെ ഒരു കറുത്ത രൂപം കഴുത്തിൽ കുത്തിപ്പിടിച്ച് കൊല്ലാൻ നോക്കിയടി. എനിക്ക് ശ്വാസം മുട്ടുകയായിരുന്നു. അവൾ നെഞ്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് പറയുമ്പോൾ അവളുടെ ഉള്ളിലെ ശബ്ദത്തിൻ്റെ വിറയൽ എൻ്റെ ഉള്ളിലേക്ക് ഭയത്തിൻ്റെ ഒരു വിറയലായി പടർന്നു. അവൻ്റെ കൈകൾ വല്ലാതെ തണുത്തതായിരുന്നു. കറുത്ത വികൃതമായൊരു രൂപം അതിൻ്റെ നെഞ്ചിൽ കയറിയിരുന്ന് എൻ്റെ കഴുത്ത് ഞെരിക്കുകയായിരുന്നു. എനിക്ക് ശ്വാസം കിട്ടുന്നുണ്ടായിരുന്നില്ല. അഞ്ജലി കിതച്ചുകൊണ്ട് വീണ്ടും പറഞ്ഞു. അവൾ അനുഭവിച്ച ആ ഭയം കേവലം ഒരു ദുർസ്വപ്നം മാത്രമായിരുന്നില്ല എന്ന് അവളുടെ ആ തണുത്തുറഞ്ഞ വിറയലും കഴുത്തിൽ കണ്ട നേരിയ ചുവന്ന പാടുകളും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്കിലും അവളെ കൂടുതൽ ഭയപ്പെടുത്താതിരിക്കാൻ ഞാൻ പരിശ്രമിച്ചു. പോട്ടടി, നീ വല്ല പേടി സ്വപ്നവും കണ്ടതായിരിക്കും. പകൽ ചിന്തിച്ച കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ അന്തരീക്ഷത്തിൻ്റെ പേടിയോ ഒക്കെ ആയിരിക്കും. വെറുതെ പേടിക്കാതെ ദാ ഈ വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞ് ഞാൻ മേശപ്പുറത്തുണ്ടായിരുന്ന കുപ്പിയിൽ നിന്ന് വെള്ളമെടുത്ത് അവൾക്ക് നൽകി. അവളെ ആശ്വസിപ്പിച്ചു. പക്ഷേ അത് വെറുമൊരു സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ അഞ്ജലിക്കൊട്ടും സാധിക്കുന്നുണ്ടായിരുന്നില്ല. അവൾ ചുറ്റും ഭയത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ കരച്ചിലും ബഹളവും കേട്ടാണ് ആദിത്യ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നത്. കണ്ണു തിരുമ്മിക്കൊണ്ട് തലമുടി ഒതുക്കി അവൾ ഞങ്ങളെ നോക്കി ചോദിച്ചു, എന്താടി ഇവിടെ? ആർക്കും ഉറക്കമൊന്നുമില്ലേ? രാത്രി 2 മണിക്കിരുന്ന് ബഹളം വയ്ക്കാൻ എന്ത് പറ്റി രണ്ടാൾക്കും? അവൾ ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ലായിരുന്നു. ആദിത്യയുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ തലയണയിൽ തലവെച്ചാൽ പിന്നെ ലോകം ഇടിഞ്ഞു വീണാലും അവൾ അറിയില്ല. അത്രയ്ക്ക് ഗാഢമായ ഉറക്കമായിരുന്നു അവളുടേത്. എൻ്റെ ആദി, നീ ഇങ്ങനെ കിടന്ന് ഉറങ്ങില്ലേടി?
രാത്രി ഞങ്ങളെ ആരെങ്കിലും തട്ടിക്കൊണ്ടു പോയാൽ പോലും നീ അറിയാൻ പോകുന്നില്ല. ഞാനല്പം കളിയാക്കലോടെ സാഹചര്യം ലഘൂകരിക്കാൻ വേണ്ടി പറഞ്ഞു. അയ്യോ, ഞാനെന്താ ചെയ്യുക, എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു, ആദിത്യ ഒരു കോട്ടുവാ വിട്ടുകൊണ്ട് പറഞ്ഞു. അതിനുശേഷം കുറച്ചുനേരം ഞങ്ങൾ 3 പേരും കട്ടിലിരുന്ന് സംസാരിച്ചു. അഞ്ജലിയുടെ പേടി മാറിയെന്ന് ഉറപ്പുവരുത്താൻ ഞങ്ങൾ തമാശകൾ പറഞ്ഞു. സമയം രാത്രി 2:30 കഴിഞ്ഞു. അഞ്ജലിയെ തനിച്ചാക്കാതെ ഞാൻ അവളുടെ ബെഡിൽ തന്നെ അല്പസമയം കൂട്ടിരുന്നു. അവളുടെ ഭയം അല്പം ശമിച്ചെന്നുറപ്പായ ശേഷമാണ് ഞങ്ങൾ വീണ്ടും ഉറങ്ങാൻ കിടന്നത്. എങ്കിലും അന്ന് രാത്രി പിന്നെനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. മുകളിലത്തെ ബെർത്തിൽ കിടന്ന് ഞാൻ ആ മുറിയുടെ മേൽക്കൂരയിലേക്ക് നോക്കി. അവിടെയായി പടർന്നു നിൽക്കുന്ന കറുത്ത ഈർപ്പപ്പാടുകൾ ഏതോ വികൃതമായ മുഖങ്ങളെപ്പോലെ എനിക്ക് തോന്നി. വായുവിൽ തങ്ങി നിന്ന ആ അസാധാരണമായ തണുപ്പ് എൻ്റെ അസ്ഥികളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നത് ഞാൻ അറിഞ്ഞു. അഞ്ജലി കണ്ടത് വെറുമൊരു സ്വപ്നം മാത്രമായിരുന്നു. അതോ ആ മുറിയിൽ ഞങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഞാൻ നേരം വെളുപ്പിച്ചു. ആ ആദ്യത്തെ താക്കീത് വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിൻ്റെ മുന്നോടിയായിരുന്നുവെന്ന് ഞങ്ങൾ അപ്പോഴും തിരിച്ചറിഞ്ഞിരുന്നില്ല. തലേന്ന് രാത്രി നടന്ന സംഭവം മനസ്സിലുണ്ടാക്കിയ ഭയം പൂർണ്ണമായി വിട്ടുമാറാതെയാണ് ഞാൻ പിറ്റേന്ന് രാവിലെ ആശുപത്രിയിലേക്ക് പോയത്. പകൽ വെളിച്ചത്തിലും ഡ്യൂട്ടിയുടെ തിരക്കുകളിലും മുഴുകിപ്പോയപ്പോൾ ആ അനുഭവത്തിൻ്റെ തീവ്രത അല്പം കുറഞ്ഞതുപോലെ തോന്നി. രോഗികൾക്ക് മരുന്ന് നൽകുന്നതിനും വൈറ്റൽസ് പരിശോധിക്കുന്നതിനുമിടയിൽ രാത്രിയിലെ പേടി സ്വപ്നത്തെക്കുറിച്ച് ഞാൻ അധികം ചിന്തിച്ചില്ല. എങ്കിലും മനസ്സിലെവിടെയോ ഒരു നേരിയ അസ്വസ്ഥത നീറ്റലായി അവശേഷിച്ചിരുന്നു. വൈകുന്നേരത്തോടെ 6 മണിയോടെ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ തളർന്ന് റൂമിൽ തിരിച്ചെത്തി. വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ അഞ്ജലിയും ആദിത്യയും തലേന്നത്തെ സംഭവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നു. ആദിത്യ കട്ടിലിരുന്ന് അഞ്ജലിയോട് ചോദിക്കുകയായിരുന്നു, ഓ, നീ ഇത്രയും പേടിച്ചോ അഞ്ജു? വെറുമൊരു സ്വപ്നം കണ്ടതിനാണോ നീ ഇന്നലെ രാത്രി ആകാശവും ഭൂമിയും ഒന്നുപോലെ അലറി വിളിച്ച് ബഹളമുണ്ടാക്കിയത്? നീ ഒരു കുട്ടിയെപ്പോലെ പെരുമാറരുത്. അത് കേട്ടപ്പോൾ അഞ്ജലിയുടെ മുഖം വല്ലാതെ ഗൗരവമുള്ളതായി മാറി. അവളുടെ കണ്ണുകളിൽ തലേന്ന് രാത്രി കണ്ട അതേ ഭയത്തിൻ്റെ നിഴലുകൾ വീണ്ടും തെളിഞ്ഞു വന്നു. അവൾ ആദിത്യയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, നീ എന്നെ കളിയാക്കല്ലേ ആദി? ഞാൻ കണ്ട ആ രൂപം മാത്രം നീ കണ്ടിരുന്നെങ്കിൽ, നിന്റെ കഴുത്തിൽ ആ തണുത്ത കൈകൾ അമരുന്നത് നീ അറിഞ്ഞിരുന്നെങ്കിൽ, പിന്നെ നിന്റെ ജീവിതത്തിൽ ഒരു രാത്രി പോലും നീ സമാധാനത്തോടെ ഉറങ്ങില്ലായിരുന്നു. അത് വെറുമൊരു സ്വപ്നമായിരുന്നില്ല. ഈ റൂമിൽ എന്തോ ഒന്നുണ്ട്, നമ്മളെ വേട്ടയാടുന്ന എന്തോ ഒന്ന്. അവളുടെ ശബ്ദത്തിലുണ്ടായിരുന്ന കടുപ്പമേറിയ താക്കീതും വിറയലും ഞങ്ങൾ 2 പേരെയും ഒരു നിമിഷം നിശബ്ദരാക്കി. എങ്കിലും ഒരു ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിൽ ദിവസവും നിരവധി രോഗികളെയും മൃതദേഹങ്ങളെയും സങ്കടങ്ങളെയും നേരിട്ട് കാണുന്ന ആളായതുകൊണ്ട് ഞാനും ആ വിഷയത്തെ അത്ര ഗൗരവമായി കാണാൻ തയ്യാറായില്ല. മനഃശാസ്ത്രപരമായി ചിന്തിച്ചാൽ പുതിയ സ്ഥലത്തേക്ക് മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദവും തളർച്ചയും കാരണമുണ്ടാകുന്ന സ്ലീപ്പ് പരാലിസിസ് എന്ന ശാസ്ത്രീയ അവസ്ഥയാകും അഞ്ജലിക്കുണ്ടായതെന്ന് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചു. അഞ്ജു, നീ വെറുതെ ഓരോന്ന് ചിന്തിച്ച് കൂട്ടണ്ട. നമ്മൾ പുതിയൊരു സ്ഥലത്ത് വന്നതിൻ്റെ സ്ട്രെസ് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. ഇന്ന് രാത്രി നമുക്ക് സമാധാനമായി ഉറങ്ങാം. ഞാൻ അവളുടെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചു. അന്ന് രാത്രി ഞങ്ങൾ 3 പേരും താഴെ തെരുവിലെ കടയിൽ പോയി തമിഴ് ശൈലിയിലുള്ള രാത്രി ഭക്ഷണം കഴിച്ചു. റൂമിലേക്ക് തിരിച്ചെത്തുമ്പോൾ സമയം 9 മണി കഴിഞ്ഞിരുന്നു. അന്ന് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ നല്ല തിരക്കുള്ള ദിവസമായിരുന്നതുകൊണ്ട് ഞാൻ ശാരീരികമായി വളരെ തളർന്നിരുന്നു. കാലുകളും തലയും കടുത്ത് വേദനിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമുണ്ട് പെണ്ണുങ്ങളെ. ഞാനിന്ന് നേരത്തെ കിടക്കുകയാണ്. നിങ്ങൾ ലൈറ്റ് ഓഫ് ചെയ്യുമ്പോൾ നോക്കി ചെയ്യണേ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് ഞാൻ ബെഗ് ബെഡിൻ്റെ മുകളിലത്തെ ബെർത്തിലേക്ക് കയറി കിടന്നു. തലയിണയിൽ തലവെച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ. മിനിറ്റുകൾക്കുള്ളിൽ ഞാൻ ബാഹ്യലോക ബോധമില്ലാതെ ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീണു. പക്ഷേ ആ ഉറക്കം ശാന്തമായിരുന്നില്ല. എൻ്റെ സ്വപ്നങ്ങളിൽ വിചിത്രമായ ചിത്രങ്ങൾ തെളിഞ്ഞു വന്നു. കറുത്ത നിഴലുകൾ എനിക്ക് ചുറ്റും വട്ടം വിട്ട് പറക്കുന്നതായും ഏതോ ഒരു പെൺകുട്ടി ഇരുട്ടിൽ കടന്ന സങ്കടത്തോടെ കരയുന്ന ശബ്ദവും എൻ്റെ സ്വപ്നത്തിൽ പടർന്നു പിടിച്ചു. ആ കരച്ചിലിൻ്റെ ശബ്ദം ക്രമേണ ഭയാനകമായ ഒരു അലർച്ചയായി മാറി. രാത്രി സമയം ഏകദേശം 2 മണി കഴിഞ്ഞിട്ടുണ്ടാകും. പെട്ടെന്നാണ് എൻ്റെ ഉറക്കം മുറിഞ്ഞത്. സ്വാഭാവികമായ ഒരു ഉണർവായിരുന്നില്ല അത്. മറിച്ച് അന്തരീക്ഷത്തിലാകെ പടർന്നു പിടിച്ച അസഹ്യമായ ഒരു ദുർഗന്ധം കാരണമാണ് ഞാൻ കണ്ണു തുറന്നത്.
കണ്ണുകൾ തുറക്കുമ്പോൾ തന്നെ ആ വല്ലാത്ത നാറ്റം എൻ്റെ മൂക്കിലേക്ക് ക്രൂരമായി തുളച്ചു കയറുകയായിരുന്നു. എന്തോ ഒരു മൃഗമോ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ശരീരമോ നാളുകളായി ചീഞ്ഞു നാറുന്നത് പോലെയുള്ള കടുപ്പമേറിയ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം. വായുവിലൊഴുകിയ മാംസത്തിൻ്റെ മണം ഘനീകരിച്ച് നിൽക്കുന്നത് പോലെ തോന്നി. എനിക്ക് ഓക്കാനം വന്നു. ഞാൻ ഭയത്തോടെ ഭിത്തിയിൽ ചാരി വെച്ചിരുന്ന ഫോണെടുത്ത് അതിൻ്റെ വെളിച്ചത്തിൽ മുറിയമ്പാടും നോക്കി. ഫോണിൻ്റെ നേരിയ വെളിച്ചത്തിൽ താഴത്തെ കട്ടിലുകളിൽ അഞ്ജലിയും ആദിത്യയും നല്ല ഉറക്കത്തിലാണെന്ന് കണ്ടു. റൂമിൻ്റെ വാതിലും ജനലുകളും അടഞ്ഞു കിടക്കുകയാണ്. എവിടുന്നാണ് ഈ വൃത്തികെട്ട മണം വരുന്നത്? കക്കൂസിലെ പൈപ്പ് വല്ലതും പൊട്ടിയതാണോ? എനിക്ക് ഒരു രൂപവുമില്ലായിരുന്നു. ആ നാറ്റം സെക്കൻഡുകൾക്കുള്ളിൽ കൂടുതൽ ശക്തമായിക്കൊണ്ടിരുന്നു. റൂമിലെ വായു പൂർണ്ണമായും ആ ദുർഗന്ധത്താൽ നിറഞ്ഞു. ഞാൻ ബെഡിൽ നിന്നും എഴുന്നേറ്റിരിക്കാൻ ശ്രമിച്ചു. എൻ്റെ ശരീരം പെട്ടെന്ന് കനത്തു പോയതുപോലെ തോന്നി. എഴുന്നേൽക്കാൻ ശ്രമിക്കവേ എൻ്റെ തലയ്ക്ക് തൊട്ടുമുകളിൽ എന്തോ തട്ടിയതുപോലെ ഒരു അനുഭവമുണ്ടായി. ഞാൻ വേഗം ഫോൺ വെളിച്ചം മുകളിലേക്ക് അടിച്ചു നോക്കി. പക്ഷേ റൂമിൻ്റെ മേൽക്കൂരയിൽ ഇരുട്ട് മാത്രമാണ് കണ്ടത്. എങ്കിലും എൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥതയും കാരണമില്ലാത്ത ഭയവും നിറഞ്ഞു നിന്നു. ഹൃദയമെടുപ്പ് വേഗത്തിലായി. മറ്റുള്ളവരെ അനാവശ്യമായി വിളിച്ച് ശല്യപ്പെടുത്തണ്ട എന്ന് കരുതി ഞാൻ വീണ്ടും ഫോൺ താഴെ വെച്ച് കിടക്കാൻ ശ്രമിച്ചു. ജനലിന് പുറത്ത് കാറ്റടിക്കുന്ന ശബ്ദം പോലും ഭയാനകമായി തോന്നി. കണ്ണുകളടച്ച് മൂക്ക് പൊത്തിപ്പിടിച്ച് ഞാൻ കിടന്നു. എന്നാൽ കണ്ണുകളടച്ച നിമിഷം തന്നെ ആ ചീഞ്ഞ മണം മുൻപത്തേക്കാൾ 10 ഇരട്ടി ശക്തിയോടെ എൻ്റെ മൂക്കുകളിലേക്ക് അടിച്ചു കയറി. അതിപ്പം എൻ്റെ ചെവിക്ക് തൊട്ടടുത്ത് വെച്ച് ആരോ ദീർഘമായി ശ്വാസമെടുക്കുന്ന ശബ്ദവും ഞാൻ കേട്ടു. എൻ്റെ ഉള്ളിലെ രക്തം തണുത്തുറഞ്ഞുപോയി. എന്തോ ഭയാനകമായ ഒന്നെൻ്റെ തൊട്ടടുത്തെത്തിയതായിരുന്നുവെന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞു. ഭയത്തോടെ വിറയ്ക്കുന്ന ശരീരത്തോടെ ഞാൻ ഞെട്ടിപ്പിടഞ്ഞ് വീണ്ടും കണ്ണുകൾ തുറന്നു. ആ നിമിഷത്തിൽ ഞാൻ കണ്ട കാഴ്ച, ആ ഭീകരമായ കാഴ്ച എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ വാതിൽ തുറക്കുകയായിരുന്നു. അവിടെ ഞാൻ കണ്ടത് ശാസ്ത്രത്തിനോ യുക്തിക്കോ വിശദീകരിക്കാൻ കഴിയാത്ത പച്ചയായ ഒരു ഭീകരതയായിരുന്നു. ഞാൻ ഞെട്ടിപ്പടന്ന് കണ്ണു തുറന്ന ആ നിമിഷത്തിൽ എൻ്റെ രക്തം ഉറഞ്ഞുപോയി. എൻ്റെ തൊട്ടു മുന്നിൽ എൻ്റെ മുഖത്തിന് ഏതാനും ഇഞ്ചുകൾ മാത്രം അകലെ പാതിമുഖം മാത്രം ശേഷിക്കുന്ന അതിവികൃതമായ ഒരു അമാനുഷിക രൂപം. അതിൻ്റെ ചീഞ്ഞളിയുന്ന ചർമ്മത്തിൽ നിന്ന് വിരകൾ പുറത്തേക്ക് വരുന്നത് പോലെ തോന്നി. തലമുടി അഴിഞ്ഞുലഞ്ഞ് ഈർപ്പം തട്ടി ചുരുണ്ട് കിടക്കുന്നു. അതിൻ്റെ ഒരു കണ്ണ് പൂർണ്ണമായും അഴുകി കുഴിയിലേക്ക് ആഴ്ന്നിറങ്ങി അടർന്ന് വീഴാറായ അവസ്ഥയിലായിരുന്നു. ആ രൂപത്തിൻ്റെ മറുകണ്ണിലാകട്ടെ കട്ട പിടിച്ച ചോരയുടെ ചുവപ്പും അങ്ങേറ്റം ക്രൂരവും വന്യവുമായ ഒരു നോട്ടവും നിറഞ്ഞു നിന്നിരുന്നു. മൂക്കിൽ നിന്ന് കട്ടിയുള്ള കറുത്ത ദ്രാവകം ഇറ്റി വീഴുന്നു. ചീഞ്ഞളിയുന്ന മാംസത്തിൻ്റെ കടുപ്പമേറിയ സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധമായിരുന്നു ആ രൂപത്തിൽ നിന്ന് എൻ്റെ മൂക്കിലേക്ക് പ്രഹരം പോലെ അടിച്ചു കയറിയത്. എനിക്കുറക്കെ നിലവിളിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഭയമെൻ്റെ ശബ്ദത്തെ പൂർണ്ണമായും തളർത്തിക്കളഞ്ഞു. എത്ര ശ്രമിച്ചിട്ടും എൻ്റെ തൊണ്ടയിൽ നിന്നും ഒരു കുഞ്ഞു ശബ്ദം പോലും പുറത്തു വന്നില്ല. വായ തുറന്നു പിടിച്ചെങ്കിലും ശ്വാസം ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ പോലും കഴിഞ്ഞില്ല. നാവ് വിറച്ച് വായ്ക്കുള്ളിൽ തണുത്തുറഞ്ഞു പോയതുപോലെയുള്ള അവസ്ഥ. കൈകാലുകൾ അനക്കാൻ ശ്രമിച്ചെങ്കിലും ആരോ എൻ്റെ ശരീരത്തെ കട്ടിലിലേക്ക് ആണിയടിച്ചുറപ്പിച്ചതുപോലെ എനിക്ക് ഇളകാൻ പോലും കഴിഞ്ഞില്ല. ആ ഭീകരരൂപം സാവധാനം അതിൻ്റെ മുഖം കൂടുതൽ എൻ്റെ മുഖത്തേക്ക് അടുപ്പിച്ചു. അതിൻ്റെ അഴുകിയ കണ്ണുകളിലെ ക്രൂരത എന്നെ വിഴുങ്ങുന്നത് പോലെ തോന്നി. അടുത്ത നിമിഷം കറുത്ത നഖങ്ങൾ നീണ്ട ചീഞ്ഞ മാംസം തൂങ്ങി നിൽക്കുന്ന ആ കൈകൾ എൻ്റെ കഴുത്തിലേക്ക് നീണ്ടു വന്നു. തണുത്തുറഞ്ഞ അസഹ്യമായ നാറ്റമുള്ള ആ കൈകൾ എൻ്റെ കഴുത്തിൽ അമർന്നു. ശ്വാസം കിട്ടാതെ ഞാൻ പിടഞ്ഞു. കഴുത്തിലെ ഞരമ്പുകൾ പൊട്ടിച്ചിതറുന്നത് പോലെ തോന്നിച്ചു. കണ്ണുതള്ളി പുറത്തേക്ക് വരാൻ തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ മരിക്കാൻ പോവുകയാണോ? എൻ്റെ ജീവിതം ഇവിടെ തീരുകയാണോ എന്ന ചിന്ത മാത്രം എൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അമ്മയെയും ചേട്ടനെയും അവസാനമായി ഓർക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. എൻ്റെ അവസാന നിമിഷങ്ങളാണെന്ന് ഞാൻ ഉറപ്പിച്ചു. ജീവൻ നിലനിർത്താനുള്ള അവസാന ശ്രമമെന്നോണം സർവ്വശക്തിയുമെടുത്ത് ഞാൻ കിടക്കയിൽ നിന്നും വശത്തേക്ക് ഉരുണ്ട് വീണു. മുകളിലത്തെ ബങ്കിൽ നിന്നും വലിയൊരു ശബ്ദത്തോടെ ഞാൻ താഴെ നിലത്തേക്ക് അടിച്ചു വീണു. എങ്കിലും ആ ഭീകരരൂപം എൻ്റെ കഴുത്തിലെ പിടിവിട്ടിരുന്നില്ല. വായുവിൽ തൂങ്ങി നിൽക്കുന്നത് പോലെ അത് നിലത്ത് കിടക്കുന്ന എൻ്റെ കഴുത്തിൽ മുറുക്കെ അമർത്തിപ്പിടിച്ചിരുന്നു. ഞാൻ നിലത്ത് കിടന്ന് ശ്വാസം കിട്ടാതെ മരണവേദനയിൽ കൈകാലുകൾ ഇട്ടടിച്ച് പടയുന്ന ശബ്ദം കേട്ടാണ് അഞ്ജലി ഞെട്ടി ഉണർന്നത്.
അവൾ കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് നോക്കുമ്പോൾ ഞാൻ നിലത്ത് കിടന്ന് ശ്വാസമെടുക്കാൻ വല്ലാതെ പിടയുന്നതാണ് കണ്ടത്. എൻ്റെ കഴുത്ത് ആരോ അമർത്തുന്നത് പോലെ ചുവന്ന് തടുത്തിരുന്നു. അവൾ പരിഭ്രാന്തിയായി ഓടിവന്ന് മേശപ്പുറത്തുണ്ടായിരുന്ന കുപ്പിയിലെ വെള്ളമെടുത്ത് എൻ്റെ മുഖത്തേക്ക് തളിച്ചു. എന്നെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എൻ്റെ കഴുത്തിലെ കറുത്ത പാടുകളും വിറയ്ക്കുന്ന ശരീരവും കണ്ടപ്പോൾ അഞ്ജലി ഭയന്ന് വിറച്ചു. ഞങ്ങളുടെ ഈ ബഹളവും വീഴ്ചയുടെ വലിയ ശബ്ദവും കേട്ടാണ് ആദിത്യ ഉറക്കത്തിൽ നിന്നും ഞെട്ടി ഉണരുന്നത്. അവൾ എഴുന്നേറ്റ് വന്നു. രണ്ടാളും കൂടി എന്നെ പിടിച്ച് ബെഡിലിരുത്തി. എനിക്ക് ശ്വാസം നേരെ വീഴാൻ ഒത്തിരി സമയമെടുത്തു. ഞാൻ കഴുത്തിൽ തടവിക്കൊണ്ട് കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുക്കി പേടിച്ച് വിറയ്ക്കുന്നത് കണ്ടപ്പോൾ ആദിത്യയ്ക്ക് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായില്ല. അവൾക്ക് അതൊരു വലിയ തമാശയായി തോന്നുകയായിരുന്നു. എന്താടി, നിനക്കും പേടി സ്വപ്നം കണ്ടതാണോ? 2 ദിവസമായി രണ്ടാളും കൂടി എന്നെ ഉറങ്ങാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചിറങ്ങിയതാണോ എന്ന് ചോദിച്ച് അവൾ കളിയാക്കിക്കൊണ്ട് മുകളിലത്തെ ബെർത്തിലേക്ക് നോക്കി. പക്ഷേ അടുത്ത നിമിഷം ആദിത്യയുടെ വാക്കുകൾ തൊണ്ടയിൽ കുടുങ്ങി. അവളുടെ മുഖത്തെ ചോരയിട്ട് വീഴുന്നത് പോലെ അത് വെളുത്തു പോയി. കണ്ണുകൾ ഭയത്താൽ തള്ളി പുറത്തു വന്നു. അതെ, ഞാൻ കുറച്ചു മുൻപ് കിടന്നിരുന്ന ആ മുകളിലത്തെ ബെർത്തിൻ്റെ അരികിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ട അതേ വികൃതമായ പാതിയഴുകിയ രൂപം തലകീഴായി തൂങ്ങിക്കിടക്കുന്നു. അതിൻ്റെ ചീഞ്ഞ കണ്ണുകൾ ആദിത്യയുടെ നേർക്കാണ് തുറന്നിരുന്നത്. അതിൻ്റെ വായിൽ നിന്നും ചോര കലർന്ന ദ്രാവകം കട്ടിലിലേക്ക് ഇറ്റു വീഴുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കണ്ടത് സ്വപ്നമല്ല, വെറും തോന്നലുമല്ല, പച്ചയായ സത്യമായിരുന്നു. 3 പേരും ഒരേ സമയം അന്തരീക്ഷം പിളർക്കുന്ന ശബ്ദത്തിൽ അലറി വിളിച്ചു. ഞങ്ങളുടെ ഭയന്നുള്ള ആ പ്രാണനിലവിളി കേട്ട് ആ 4 നില ഹോസ്റ്റൽ കെട്ടിടം മുഴുവൻ ഉണർന്നു. അർദ്ധരാത്രിയിൽ ഉയർന്ന ആ നിലവിളി കേട്ട് മറ്റു മുറികളിൽ നിന്നുള്ള കുട്ടികളും വാർഡനും കോണിപ്പടികൾ ഓടിക്കേറി ഞങ്ങളുടെ റൂമിലേക്ക് വരാൻ തുടങ്ങി. ആളുകളുടെ കാലൊച്ചയും ബഹളവും പുറത്തുയർന്നതും അത്രയും നേരം ഞങ്ങളുടെ കൺമുന്നിൽ ഭീകരമായി നിലകൊണ്ട ആ രൂപം ഒരു പുക പോലെ സാവധാനം വായുവിലലിഞ്ഞ് ഇല്ലാതെയായി. പക്ഷേ ആ റൂമിൽ അത് അവശേഷിപ്പിച്ചു പോയ ചീഞ്ഞളിയുന്ന മാംസത്തിൻ്റെ നാറ്റം അപ്പോഴും തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. പുറത്തു നിന്നുള്ള കുട്ടികൾ വാതിലിൽ ശക്തിയായി മുട്ടിയപ്പോഴാണ് അഞ്ജലി ഓടിച്ചെന്ന് വാതിൽ തുറന്നത്. ഞാനും ആദിത്യയും അപ്പോൾ റൂമിൻ്റെ ഒരു മൂലയിൽ കെട്ടിപ്പിടിച്ച് നിലത്തിരുന്ന് വിറയ്ക്കുകയായിരുന്നു. വാതിലിലൂടെ അകത്ത് കയറിയ വാർഡനും മറ്റുള്ളവർക്കും ആ റൂമിലെ ദുർഗന്ധവും ഞങ്ങളുടെ അവസ്ഥയും കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളെന്തോ ഗുരുതരമാണെന്ന് ബോധ്യമായി. ആ രാത്രിയിലെ ഭീകരതയുടെ കഥ അവിടെ അവസാനിക്കുകയായിരുന്നില്ല. മറിച്ച് വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൻ്റെ അനന്തരഫലങ്ങളിലേക്ക് അത് വഴിമാറുകയായിരുന്നു. എൻ്റെ കഴുത്തിൽ വല്ലാത്ത ചുവന്ന പാടുകൾ തെളിഞ്ഞു കാണാമായിരുന്നു. മുറിയിലാകെ അപ്പോഴും ആ ചീഞ്ഞളിയുന്ന മാംസത്തിൻ്റെ ദുർഗന്ധം ഘനീഭവിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാതെ ചുറ്റും കൂടിയ കുട്ടികൾ പരസ്പരം സംശയം പ്രകടിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ സാഹചര്യം കൈവിട്ടു പോകുന്നത് കണ്ട ഹോസ്റ്റൽ വാർഡൻ വേഗത്തിൽ ഇടപെട്ടു. അവർ അവിടെ കൂടിയ കുട്ടികളെല്ലാം സ്വന്തം മുറികളിലേക്ക് തിരിച്ചു പറഞ്ഞു വിട്ടു. അതിനുശേഷം വല്ലാതെ ഭയന്നു വിറയ്ക്കുന്ന ഞങ്ങളെ 3 പേരെയും ചേർത്ത് പിടിച്ച് ഞങ്ങളുടെ സാധനങ്ങളും എടുപ്പിച്ച് താഴത്തെ നിലയിലുള്ള അവരുടെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വാർഡൻ്റെ ഓഫീസിലെത്തി കസാരകളിൽ ഇരിക്കുമ്പോഴും ഞങ്ങളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ചൂടുവെള്ളം നൽകി ഞങ്ങളെ ശാന്തരാക്കാൻ അവർ ശ്രമിച്ചു. അല്പസമയത്തിന് ശേഷം മുറിയിൽ വെച്ച് നടന്ന കാര്യങ്ങൾ, ആ പാതിയഴുകിയ രൂപത്തെയും കഴുത്തിലമർന്ന തണുത്ത കൈകളെയും കുറിച്ച് ഞങ്ങൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ വാർഡനോട് വിവരിച്ചു. ഞങ്ങളുടെ വാക്കുകൾ കേട്ടപ്പോൾ വാർഡൻ്റെ മുഖത്തെ ഭാവമാകെ മാറി. അവരുടെ കണ്ണുകളിൽ വലിയൊരു സങ്കടവും അതോടൊപ്പം കുറ്റബോധവും നിഴലിച്ചു. ദീർഘമായി ഒരു ശ്വാസമെടുത്ത് മേശപ്പുറത്തിരുന്ന വെള്ളം കുടിച്ച ശേഷം അവരാ ഞെട്ടിപ്പിക്കുന്ന സത്യം ഞങ്ങളോട് വെളിപ്പെടുത്തി. മക്കളെ, നിങ്ങൾ കണ്ടതൊന്നും നിങ്ങളുടെ വെറും തോന്നലല്ല. എന്നോട് ക്ഷമിക്കണം. ഞാനൊരു കാര്യം നിങ്ങളോട് മറച്ചു വെച്ചതാണ്. നിങ്ങൾ താമസിച്ച ആ 402 നമ്പർ മുറിയിൽ ഏകദേശം 2 വർഷം മുൻപ് ഭീകരമായ ഒരു സംഭവം നടന്നിട്ടുണ്ട്. ഇവിടെ പഠിച്ചിരുന്ന ഒരു നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു അവൾ. പ്രണയനൈരാശ്യം മൂലവും ജീവിതത്തിൽ ചില വലിയ പ്രയാസങ്ങൾ കാരണവും മനസ്സ് തകർന്ന് ആ മുറിയിലെ ബങ്ക് ബെഡിൽ ഷാൾ ഉപയോഗിച്ച് അവൾ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വാർഡൻ്റെ വാക്കുകൾ കേട്ട് ഞങ്ങൾ നടുക്കത്തോടെ പരസ്പരം നോക്കി. അവർ തുടർന്നു. അഴുകിയ നിലയിലാണ് അന്ന് ആ മൃതദേഹം റൂമിൽ നിന്നും പുറത്തെടുത്തത്. അതിനുശേഷം ആ റൂമിൽ താമസിക്കാൻ വന്ന പല കുട്ടികൾക്കും ഇതുപോലെയുള്ള ഭയാനകമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രികളിൽ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുക, അസഹ്യമായ ദുർഗന്ധം വരിക, അമാനുഷികമായ രൂപങ്ങളെ കാണുക എന്നൊക്കെ അവർ പരാതിപ്പെട്ടു.
അതോടെയാണ് ആ റൂം ആരും ഉപയോഗിക്കാതെ പൂട്ടിയിടാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. എന്നാൽ നിങ്ങൾ പുതിയതായി വന്നപ്പോൾ മറ്റു റൂമുകളിൽ ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് പൂജയൊക്കെ കഴിപ്പിച്ച് റൂം വൃത്തിയാക്കി തന്നതാണ്. ഇനി അവിടെയൊന്നും സംഭവിക്കില്ല എന്ന് കരുതി. പക്ഷേ വാർഡൻ അത് പറഞ്ഞു നിർത്തുമ്പോൾ ഞങ്ങളുടെ ഉള്ളിലെ ഭയം ഇരട്ടിയായി മാറിയിരുന്നു. ആ ആത്മാവ് ഇപ്പോഴും ആ മുറിയെ വിട്ടുപോയിട്ടില്ലെന്ന യാഥാർത്ഥ്യം ഞങ്ങളെ തളർത്തിക്കളഞ്ഞു. അന്ന് രാത്രി മുഴുവൻ ഞങ്ങൾ വാർഡന്റെ ഓഫീസിലെ കസാരകളിൽ പരസ്പരം കെട്ടിപ്പിടിച്ച് കണ്ണു ചിമ്മാതെ നേരം വെളുപ്പിച്ചു. പക്ഷേ ദുരന്തം അവിടെ അവസാനിച്ചില്ല. യഥാർത്ഥ ഭീകരത പിറ്റേന്ന് രാവിലെയോടെയാണ് ആരംഭിച്ചത്. വെളിച്ചം വീണതോടെ ഞങ്ങളുടെ ഭയം അല്പം കുറയുമെന്നാണ് കരുതിയത്. എന്നാൽ പ്രമാദമായതോടെ ആദിത്യയുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യം അത് രാത്രിയിലെ പേടിയുടെ ആഘാതമാണെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നാൽ സാവധാനം അവൾ മറ്റാരോ ആയി മാറിയതുപോലെ തോന്നി. അവളുടെ കണ്ണുകൾ കട്ട പിടിച്ച ചോര പോലെ ചുവന്നു തടിച്ചിരുന്നു. ആരോടും സംസാരിക്കാതെ അവൾ വാർഡന്റെ മുറിയുടെ ഒരു മൂലയിൽ തുറച്ചു നോക്കിയിരുന്നു. ഇടയ്ക്ക് വിചിത്രമായ രീതിയിൽ ചിരിക്കാനും അലറാനും തുടങ്ങി. അവളുടെ സംസാര രീതിയും ശബ്ദവും പൂർണ്ണമായും മാറിയിരുന്നു. ഒരു സാധാരണ പെൺകുട്ടിയുടെ ശബ്ദമേ ആയിരുന്നില്ല അത്. വല്ലാത്തൊരു ഘനമുള്ള മനുഷ്യൻ്റേതല്ലാത്ത വിറപ്പിക്കുന്ന അമാനുഷിക ശബ്ദം. അല്പസമയം കഴിഞ്ഞപ്പോഴേക്ക് അവൾ അങ്ങേയറ്റം അക്രമകാരിയായി മാറാൻ തുടങ്ങി. കയ്യിൽ കിട്ടിയ വസ്തുക്കളെല്ലാം അവൾ വാർഡന്റെ ഓഫീസിലെ ചുവരുകളിലേക്ക് എറിഞ്ഞു തകർത്തു. അപരിചിതമായ ഏതോ ഭാഷയിൽ അവൾ അലറി വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു. വെറും 40 കിലോഗ്രാം മാത്രം തൂക്കമുള്ള ആ ചെറിയ പെൺകുട്ടിയെ നിയന്ത്രിക്കാൻ ഞങ്ങൾ 4-5 പേർ ചേർന്ന് ശക്തിയായി പിടിച്ചിട്ടും സാധിച്ചില്ല. അത്രയും രാക്ഷസീയമായ അമാനുഷികമായ ശക്തി അവളിൽ വന്നെത്തിയിരുന്നു. അവളുടെ ഭീകരമായ പെരുമാറ്റം കണ്ട് അവിടെ ഉണ്ടായിരുന്ന ചിലർ ഭയന്നോടി. അവളുടെ ഉള്ളിൽ ആ റൂമിലെ അമാനുഷിക ശക്തി പ്രവേശിച്ചിരിക്കുന്നു എന്ന സത്യം എല്ലാവർക്കും ബോധ്യമായി. ആദിത്യയുടെ മാനസികവും ശാരീരികവുമായ അവസ്ഥ ആകെ കൈവിട്ടു പോയതോടെ വാർഡൻ ഉടൻ തന്നെ അവളുടെ വീട്ടുകാരെ വിവരമറിയിച്ചു. ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഭയന്നു പറച്ച അവളുടെ വീട്ടുകാർ ഹോസ്റ്റലിൽ എത്തിച്ചേർന്നു. അവളുടെ പ്രകൃതം കണ്ട് കണ്ണീരോടെ ഒരു വിധത്തിൽ സാഹസപ്പെട്ട് അവർ ആദിത്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ആ കാഴ്ച നൽകിയ ആഘാതത്തിൽ നിന്നും മോചിതരാകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ആ ഭയാനകമായ അന്തരീക്ഷത്തിൽ ഇനിയൊരു നിമിഷം പോലും തുടരാൻ കഴിയില്ലെന്ന് ഞാനും അഞ്ജലിയും ഉറപ്പിച്ചു. എത്ര വലിയ ആഗ്രഹത്തോടെ വന്ന ജോലിയാണെങ്കിലും ജീവനാണ് അതിലും വലുതെന്ന തിരിച്ചറിവിൽ ഞാനും അഞ്ജലിയും അന്നേ ദിവസം തന്നെ രാജ്യസമർപ്പണം നടത്തി. വസ്ത്രങ്ങളും ബാഗുകളും എടുത്ത് ആ ഹോസ്റ്റലിൻ്റെയും ആശുപത്രിയുടെയും പടിയിറങ്ങി ഞങ്ങൾ അന്ന് തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോന്നു.